മാർബിൾ തറകൾ രാവിലെ സൂര്യപ്രകാശത്തിൽ വെള്ളിമണി പോലെ തിളങ്ങും. ചുവരുകളിൽ വില കൂടിയ ചിത്രങ്ങളും അലങ്കാര വിളക്കുകളും നിരന്നു നിൽക്കും. ഇറക്കുമതി ചെയ്ത വില കൂടിയ ഫർണിച്ചറുകൾ, മൃദുവായ സോഫകൾ എല്ലാം ആ വീട്ടിൽ സമ്പത്തിന്റെയും ആഡംബരത്തിന്റെയും അടയാളങ്ങളായിരുന്നു. സേതുലക്ഷ്മി ആ മാളികയുടെ നടുവിൽ അഭിമാനത്തോടെ നടക്കുകയായിരുന്നു. അധികാരവും സമ്പത്തും ഒരുമിച്ചുണ്ടാക്കിയ ആത്മവിശ്വാസം അവരുടെ നടത്തത്തിലും സംസാരത്തിലും തെളിഞ്ഞു കാണാം. ജില്ലയിലെ ഏറ്റവും ശക്തിയുള്ള ഉദ്യോഗസ്ഥയായ അവർക്ക് സ്വന്തം തീരുമാനങ്ങളാണ് അവസാന വാക്ക് എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. ആ അധികാരബോധം പതിയെ അവരുടെ സ്വഭാവത്തെയും കടുപ്പമാക്കി. ലോകത്തെല്ലാവരും ഒരുപോലെയല്ല, ചിലർ മുകളിലും ചിലർ താഴെയുമാണ് എന്നവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ ആ കഠിനമായ സ്വഭാവത്തിനിടയിൽ ഒരു സ്നേഹമുള്ള ഭാഗം അവർക്കുണ്ടായിരുന്നു. അവരുടെ ഏക മകൻ സിദ്ധാർത്ഥ്. അവന്റെ ചിരിയാണ് അവരുടെ ദിവസത്തിന്റെ പ്രകാശം. അവൻ ചോദിക്കുന്ന ഏത് കാര്യവും നിറവേറ്റി കൊടുക്കുന്നത് അവർക്ക് സന്തോഷമായിരുന്നു. എന്നാൽ സ്നേഹത്തോടൊപ്പം ഒളിഞ്ഞിരുന്ന ഒരു അഹങ്കാരവും അവരുടെ ജീവിതത്തിൽ വളരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വലിയ മാളികയുടെ വാതിൽ എല്ലാവർക്കും തുറന്നു കൊടുത്തിരുന്നില്ല. സിദ്ധാർത്ഥ് ആ വീട്ടിലെ ഏറ്റവും വിലപ്പെട്ട നിധിയായിരുന്നു. അവനുവേണ്ടി സേതുലക്ഷ്മി ലോകത്തിലെ മികച്ചതെല്ലാം വാങ്ങിക്കൊടുക്കും. നഗരത്തിലെ ഏറ്റവും വില കൂടിയ കളിപ്പാട്ടങ്ങൾ, വിദേശത്തു നിന്നുള്ള റിമോട്ട് കാറുകൾ, വലിയ വീഡിയോ ഗെയിമുകൾ. അവന്റെ മുറി ഒരു ചെറിയ കളിപ്പാട്ട കൊട്ടാരമായി മാറിയിരുന്നു. പക്ഷെ ആ മുറിയിൽ ഒരു കുറവുണ്ടായിരുന്നു: ചിരിയുടെ ശബ്ദം. ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരു കുഞ്ഞിന്റെ നിശബ്ദത അവിടെ പതിഞ്ഞുകിടന്നു. കാരണം സേതുലക്ഷ്മിക്ക് മറ്റുള്ള കുട്ടികളോടൊക്കെ ഒരു പുച്ഛമായിരുന്നു. ജോലിക്കാരുടെ കുട്ടികൾ ആ മാളികയുടെ വരാന്തയിൽ പോലും വന്നാൽ അവർക്ക് അസ്വസ്ഥത തോന്നും. ഇവിടെ വരരുത്, സിദ്ധാർത്ഥനോട് കളിക്കാൻ ശ്രമിക്കരുത് എന്നായിരുന്നു അവരുടെ കർശനമായ നിർദ്ദേശം. കുട്ടികളുടെ നിർദോഷമായ ചിരി പോലും അവർക്ക് ശല്യമായി തോന്നി തുടങ്ങി. സിദ്ധാർത്ഥനോട് അവർ പറയുമായിരുന്നു, നീ ഒരു വലിയ ഉദ്യോഗസ്ഥയുടെ മകനാണ്, എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. അവർക്ക് തോന്നിയത് അത് മകന്റെ സുരക്ഷയ്ക്കാണെന്നാണ്. എന്നാൽ ആ സുരക്ഷ തന്നെ അവന്റെ ചുറ്റും ഒരു അദൃശ്യ മതിൽ കെട്ടുകയായിരുന്നു. വലിയ വീടും വില കൂടിയ കളിപ്പാട്ടങ്ങളും ഉണ്ടായിട്ടും അവന്റെ ബാല്യം ഒറ്റപ്പെടലിന്റെ നിഴലിൽ നിശ്ചലമായി. സിദ്ധാർത്ഥ് ഒരിക്കലും അധികം സംസാരിക്കുന്ന കുട്ടിയായിരുന്നില്ല. ആ കുഞ്ഞു കണ്ണുകളിൽ ഒരു സമാധാനവും ഒരുതരം അകലവും ഒളിഞ്ഞിരുന്നു. അവന്റെ കയ്യിൽ കളിപ്പാട്ടങ്ങൾ ഉണ്ടെങ്കിലും അവന്റെ മനസ്സ് എന്തൊക്കെയോ അന്വേഷിക്കുന്നത് പോലെ. പലപ്പോഴും അവൻ മാളികയുടെ വലിയ ജനലിനരികിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കും. ഗേറ്റിന് പുറത്തുള്ള വഴിയിൽ ജോലിക്കാരുടെ കുട്ടികൾ ചിരിച്ചും ഓടിയും കളിക്കുന്ന കാഴ്ച അവന്റെ കണ്ണുകളിൽ പതിഞ്ഞു നിൽക്കും. അവൻ അതൊക്കെ കാണുമ്പോൾ ഒരു നിമിഷം അവന്റെ മുഖത്ത് ചിരി തെളിയും. പക്ഷേ ഉടനെ തന്നെ അത് മങ്ങിപ്പോകും. ഒരിക്കൽ അവൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, അവരെന്തിനാണ് ഇങ്ങനെ ചിരിച്ചു കളിക്കുന്നത്? സേതുലക്ഷ്മി അതിന് ചുരുക്കത്തിൽ മറുപടി പറയും, അവർക്ക് വേറെ ജോലിയൊന്നുമില്ല, അതുകൊണ്ടാണ്. ആ മറുപടി സിദ്ധാർത്ഥന്റെ മനസ്സിൽ കൂടുതൽ ചോദ്യങ്ങൾ വിതച്ചു. അവൻ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അവന്റെ വാക്കുകൾ പതിയെ മൗനത്തിലേക്ക് മാറി. അവൻ അമ്മയെ ഏറെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവന്റെ ചെറിയ മനസ്സിൽ എന്തൊക്കെയോ പറയാൻ കഴിയാത്ത ഒരു ഭാരമുണ്ടായിരുന്നു. ആ ഭാരം ആരും ശ്രദ്ധിച്ചില്ല, പ്രത്യേകിച്ച് സേതുലക്ഷ്മി. സേതുലക്ഷ്മിക്ക് തന്റെ മകന്റെ ഈ മൗനം വലിയ വേദനയായി മാറിയിരുന്നു. അവർക്ക് മനസ്സിലാകാത്ത ഒരു ചോദ്യമായി അത് അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞു. എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥ് ഇങ്ങനെ നിശബ്ദത പാലിക്കുന്നത് എന്ന ചിന്ത അവരെ പലപ്പോഴും അലട്ടിയിരുന്നു. അവർ കൂടുതൽ സ്നേഹത്തോടെ അവനെ ചേർത്ത് പിടിക്കും, കൂടുതൽ വില കൂടിയ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കും, വിദേശ സ്കൂളുകളിലേക്ക് അയക്കാൻ പോലും ആലോചിച്ചിരുന്നു. എന്നാൽ അവന്റെ കണ്ണുകളിൽ കാണുന്ന ആ ശൂന്യത മാറിയില്ല. ഒരിക്കൽ രാത്രി അവൻ ഉറങ്ങുമ്പോൾ അവന്റെ നെറ്റിയിൽ കൈവച്ച് അവർ നോക്കി നിന്നു. ആ നിമിഷം അവരുടെ ഹൃദയം മാതൃസ്നേഹത്തിൽ നിറഞ്ഞിരുന്നു. എന്റെ കുഞ്ഞിന് എന്താണ് പറ്റിയത് എന്ന് അവർ മനസ്സിൽ ചോദിച്ചു. അവർക്ക് തോന്നിയത് ലോകത്തിലെ മികച്ചതെല്ലാം അവനായി ഒരുക്കിയിട്ടുണ്ട് എന്നായിരുന്നു. പക്ഷേ ആ കുഞ്ഞിന്റെ മനസ്സിന് ആവശ്യമായ ഏറ്റവും ലളിതമായ കാര്യം, സഹവാസവും സ്നേഹവും, അവൾ കാണാതെ പോയി. അവളുടെ കണ്ണിൽ അതൊരു ചെറിയ കാര്യമായിരുന്നു. പക്ഷേ സിദ്ധാർത്ഥന്റെ ജീവിതത്തിൽ അതൊരു വലിയ ശൂന്യതയായി മാറി. അതേസമയം സിദ്ധാർത്ഥന്റെ മൗനത്തിനു പിന്നിലെ യഥാർത്ഥ കാരണം സേതുലക്ഷ്മി ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല. അവർ കെട്ടിയ ആ അഭിമാനത്തിന്റെ മതിൽ തന്നെ അവന്റെ ചുറ്റും ഒരു തടവറയായി മാറിയിരുന്നു. അവർ മറ്റുള്ള കുട്ടികളെ അകറ്റിയപ്പോൾ അവന്റെ ബാല്യത്തിലെ ചിരിയും അവനിൽ നിന്നകന്നു. അവർ സമ്പത്തിന്റെ തിളക്കത്തിൽ ഒരു ലോകം പണിതപ്പോൾ അവന്റെ മനസ്സ് ആ ലോകത്തിൽ ഒറ്റപ്പെട്ടു. സിദ്ധാർത്ഥ് അമ്മയെ സ്നേഹിച്ചിരുന്നുവെങ്കിലും അവന് പറയാൻ കഴിയാത്ത ഒരു ആഗ്രഹം അവന്റെ ഉള്ളിൽ വളർന്നു. ഒരു സുഹൃത്തെങ്കിലും, ഒരുമിച്ച് ചിരിക്കാനും ഓടാനും കളിക്കാനും കഴിയുന്ന ഒരാളെങ്കിലും. എന്നാൽ ആ ആഗ്രഹം വാക്കുകളായി പുറത്തുവരാതെ അവന്റെ കണ്ണുകളിൽ ഒതുങ്ങി നിന്നു. സേതുലക്ഷ്മി അത് കണ്ടെങ്കിലും അതിന്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല. അവർ കരുതിയത് മകന്റെ സ്വഭാവം അങ്ങനെയാണെന്നാണ്. പക്ഷേ അവർക്കറിയില്ലായിരുന്നു
അവരുടെ അഭിമാനമാണ് ആ മൗനത്തിന് കാരണം. ആ വലിയ മാളികയുടെ തിളക്കത്തിനുള്ളിൽ ആരും കേൾക്കാത്ത ഒരു ചെറിയ ഹൃദയത്തിന്റെ നിശബ്ദമായ വേദന പതിയെ പതിയെ വളർന്നുകൊണ്ടിരുന്നു. ജില്ലാ കളക്ടറേറ്റിന്റെ വലിയ കെട്ടിടം ഓരോ ദിവസവും വിവിധ ജീവിതങ്ങളുടെ കഥകളാൽ നിറഞ്ഞിരുന്നു. രാവിലെ ഓഫീസ് തുറക്കുന്നതിന് മുമ്പേ തന്നെ ആളുകൾ ഗേറ്റിന് മുന്നിലെത്തി നിൽക്കും. ചിലരുടെ കയ്യിൽ പഴയ ഫയലുകൾ ഉണ്ടാവും, ചിലരുടെ കണ്ണുകളിൽ പ്രതീക്ഷയും, ചിലരുടെ മുഖത്ത് വിഷമവും. ആ തിരക്കിനിടയിൽ സേതുലക്ഷ്മി തന്റെ ഓഫീസിലേക്ക് കടന്നു വരുമ്പോൾ അവരുടെ നടപ്പിൽ ഒരു ശാന്തമായ ആത്മവിശ്വാസം കാണാം. അധികാരത്തിന്റെ ഭാരം അവരിൽ കാണാമായിരുന്നു. പക്ഷേ അതിനെ ഒരിക്കലും ആരെയും ചെറുതാക്കി കാണാൻ അവർ ഉപയോഗിച്ചില്ല. അവരുടെ മുന്നിൽ വരുന്ന ഓരോ മനുഷ്യനും തന്റെ പ്രശ്നം തുറന്നു പറയാനുള്ള അവസരം ലഭിച്ചിരുന്നു. ഒരു ദിവസം ഭൂമി സംബന്ധിച്ച തർക്കവുമായി എത്തിയ 2 സഹോദരന്മാർ തമ്മിൽ ശക്തമായ വാദം തുടങ്ങുമ്പോൾ അവർ ശാന്തമായി ഇരുന്ന് ഇരുവരുടെയും വാക്കുകൾ കേട്ടു. പിന്നെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ തീരുമാനം പറഞ്ഞു. അവരുടെ വാക്കുകളിൽ കർശനതയുണ്ടായിരുന്നെങ്കിലും അതിൽ അനീതിയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വന്ന ആളുകൾ പലപ്പോഴും പറഞ്ഞിരുന്നു, മാഡം വിധി പറയുമ്പോൾ ആരെയും ഭയപ്പെടാറില്ല. അധികാരത്തിന്റെ സ്ഥാനത്തിരുന്നിട്ടും അവർക്ക് മുന്നിൽ എല്ലാവരും ഒരുപോലെയായിരുന്നു. എന്നാൽ ജീവിതത്തിന്റെ മറ്റൊരു വശത്ത് തന്റെ സ്വന്തം വീട്ടിൽ പതിയെ രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നിശബ്ദമായ മാറ്റം അവർക്ക് ഇതുവരെ വ്യക്തമായിരുന്നില്ല. ഒരു വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ സിദ്ധാർത്ഥ് പതിവിനേക്കാൾ വ്യത്യസ്തമായി സേതുലക്ഷ്മിയുടെ അടുത്തേക്ക് നടന്നു വന്നു. അവൻ സാധാരണയായി അധികം സംസാരിക്കാറില്ലെങ്കിലും ആ ദിവസം അവന്റെ കണ്ണുകളിൽ എന്തോ പറയാനുള്ള ആഗ്രഹം കാണാമായിരുന്നു. കുറച്ചു നിമിഷം മിണ്ടാതെ നിന്ന ശേഷം അവൻ ചോദിച്ചു, അമ്മേ, ഞാനും കോടതിയിൽ ഒരു ദിവസം വന്നോട്ടെ? അവന്റെ ശബ്ദം വളരെ മൃദുവായിരുന്നു. അമ്മ ദിവസവും പോകുന്ന ആ ലോകം എങ്ങനെയാണെന്ന് കാണണമെന്നൊരു കൗതുകം മാത്രമായിരുന്നു അതിന്റെ പിന്നിൽ. എന്നാൽ സേതുലക്ഷ്മി അത് കേട്ടപ്പോൾ ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ പറഞ്ഞു, അത് കുട്ടികൾക്കുള്ള സ്ഥലമല്ല, അവിടെ പല പ്രശ്നങ്ങളും തർക്കങ്ങളും നടക്കും എന്നായിരുന്നു അവരുടെ മറുപടി. സേതുലക്ഷ്മിക്ക് തോന്നിയത് അതൊരു അമ്മയുടെ ജാഗ്രതയാണെന്നാണ്. പക്ഷേ ആ വാക്കുകൾ കേട്ടപ്പോൾ സിദ്ധാർത്ഥന്റെ കണ്ണുകളിൽ തെളിഞ്ഞിരുന്ന ചെറിയ പ്രതീക്ഷ പോലും പതുക്കെ മങ്ങിത്തുടങ്ങി. അവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. അവന്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം അവൻ വീണ്ടും തുറന്നു പറയാൻ ശ്രമിച്ചതുമില്ല. ചിലപ്പോൾ കുട്ടികൾക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാതിരുന്നാൽ അവർ വീണ്ടും ചോദിക്കാതെ മൗനത്തിലേക്ക് മാറിപ്പോകും. അങ്ങനെ ഒരു നിമിഷമായിരുന്നു അതും. ആ ദിവസത്തിനു ശേഷം അവൻ തന്റെ ആഗ്രഹങ്ങൾ മനസ്സിൽ തന്നെ സൂക്ഷിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ അവന്റെ ജീവിതം അതേ രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങി. രാവിലെ സ്കൂളിലേക്ക് പോകും, വൈകുന്നേരം തിരികെ വരും, എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതുപോലെ. എന്നാൽ അവന്റെ മനസ്സ് പലപ്പോഴും പുറത്തുള്ള ലോകത്തേക്കാണ് തിരിഞ്ഞിരുന്നത്. വീട്ടിലെ വലിയ ജനലിനരികിൽ നിന്നാൽ പുറത്തേക്കുള്ള വഴിയും അവിടെ നടക്കുന്ന ജീവിതവും വ്യക്തമായി കാണാം. ചില കുട്ടികൾ ഒരുമിച്ച് കളിക്കുന്നതും ചിരിക്കുന്നതും അവൻ ശ്രദ്ധയോടെ നോക്കാറുണ്ട്. അവർ തമ്മിൽ വഴക്കിടും, പിന്നെ കുറച്ചു നിമിഷങ്ങൾക്കകം വീണ്ടും ചിരിച്ചുകൊണ്ട് ഒത്തുചേരും. ആ ചെറിയ സംഭവങ്ങൾ പോലും സിദ്ധാർത്ഥിന് വലിയ അതിശയമായിരുന്നു. ചിലപ്പോൾ അവന്റെ മുഖത്ത് ചിരി തെളിയും, എന്നാൽ ആ ചിരി അധിക നേരം നിൽക്കില്ല. കാരണം ആ ലോകത്തിലേക്ക് കടക്കാനുള്ള അവസരം അവന് ഒരിക്കലും ലഭിച്ചിരുന്നില്ല. അവന്റെ ഓരോ ദിവസവും മുൻകൂട്ടി നിശ്ചയിച്ച വഴിയിലായിരുന്നു. എവിടേക്ക് പോകണം, എന്ത് ചെയ്യണം, ആരോടൊപ്പം സമയം ചെലവഴിക്കണം, എല്ലാം സേതുലക്ഷ്മി തീരുമാനിച്ചിരിക്കും. ആദ്യം അത് അവന് വലിയ പ്രശ്നമായി തോന്നിയില്ല. പക്ഷേ സമയം കടന്നുപോകുന്തോറും അവന്റെ മനസ്സ് പതിയെ ഉൾവലിയാൻ തുടങ്ങി. സ്കൂളിലേക്ക് പോകുന്ന യാത്രയും അതേ രീതിയിൽ നിയന്ത്രണങ്ങളാൽ നിറഞ്ഞിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ സെക്യൂരിറ്റി ഗാർഡ് അവനോടൊപ്പം ഉണ്ടാകും. കാറിൽ കയറുന്നത് മുതൽ സ്കൂളിന്റെ ഗേറ്റിൽ ഇറങ്ങുന്നതുവരെ അവനെ ഒരാളും വിട്ടുപോകില്ല. സ്കൂളിനുള്ളിലും അവനെ ശ്രദ്ധിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു. മറ്റു കുട്ടികൾക്ക് അത് അസാധാരണമായ കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അവനെ കുറച്ച് അകലം പാലിച്ചാണ് സമീപിച്ചിരുന്നത്. ഇടവേളകളിൽ കുട്ടികൾ കളിസ്ഥലത്ത് ഓടുമ്പോൾ സിദ്ധാർത്ഥ പലപ്പോഴും ഒറ്റയ്ക്കിരിക്കും. ആരെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചാൽ അവൻ ചുരുങ്ങിയ മറുപടികൾ മാത്രം പറയും. കാരണം അവനെ നിരീക്ഷിക്കുന്ന കണ്ണുകൾ എല്ലായ്പ്പോഴും തന്റെ പിന്നാലെയുണ്ടെന്ന് അവന് ഒരു തോന്നലുണ്ട്. ആ തോന്നൽ അവനെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു. ചിലപ്പോൾ അവന് തോന്നാറുണ്ട് താനൊരു സാധാരണ വിദ്യാർത്ഥിയല്ല, മറിച്ച് എല്ലായ്പ്പോഴും ആരൊക്കെയോ ശ്രദ്ധിക്കുന്ന ഒരാളാണെന്ന്. ആ അനുഭവം പതിയെ അവനെ കൂടുതൽ നിശബ്ദനാക്കി. കാലം കടന്നുപോകുന്തോറും അവന്റെ ഈ മൗനം കൂടുതൽ വ്യക്തമായി കാണപ്പെട്ടു. സ്കൂളിലെ അധ്യാപകർ പോലും അത് ശ്രദ്ധിച്ചു. മുമ്പ് ക്ലാസ്സിൽ ശ്രദ്ധയോടെ ഇരുന്നിരുന്ന കുട്ടി ഇപ്പോൾ പലപ്പോഴും ചിന്തകളിൽ മുങ്ങിപ്പോകും. പുസ്തകം തുറന്നിരിക്കുമ്പോഴും അവന്റെ കണ്ണുകൾ പേജുകളിൽ നിൽക്കാറില്ല. ചിലപ്പോൾ അധ്യാപകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പോലും അവൻ മടിച്ചു നിൽക്കും. ആ മാറ്റം പതിയെ പഠനത്തിലും പ്രതിഫലിച്ചു. മാർക്കുകൾ കുറയാൻ തുടങ്ങി. എന്നാൽ സിദ്ധാർത്ഥ് അതിനെക്കുറിച്ച് ആരോടും ഒന്നും പറഞ്ഞില്ല. അവന്റെ ഉള്ളിൽ എന്തോ പറയാനാകാത്ത ഒരു ഭാരം വളരുകയായിരുന്നു. അത് എന്താണെന്ന് അവന് തന്നെ വ്യക്തമല്ലായിരുന്നു. പക്ഷെ അവന്റെ ജീവിതത്തിലെ ഓരോ ദിവസവും മുൻപത്തേക്കാൾ കൂടുതൽ നിശബ്ദമായി മാറുന്നുവെന്ന കാര്യം അവൻ മാത്രം അറിയുന്ന ഒരു സത്യമാവുകയായിരുന്നു.
സ്കൂളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പതിയെ സേതുലക്ഷ്മിയുടെ ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങി. ആദ്യം അവർ അത് വലിയ കാര്യമായി കരുതിയില്ല. കുട്ടികൾക്ക് ചില സമയങ്ങളിൽ പഠനത്തിൽ ശ്രദ്ധ കുറയുന്നത് സ്വാഭാവികമാണെന്ന് അവർ വിചാരിച്ചു. പക്ഷേ അധ്യാപകർ തുടർച്ചയായി ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. സിദ്ധാർത്ഥ് ക്ലാസ്സിൽ മിണ്ടാതെയായിരിക്കുന്നു. ആ കുട്ടിക്ക് പാഠങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. ആ വാക്കുകൾ സേതുലക്ഷ്മിയുടെ മനസ്സിൽ ഒരു ചെറിയ ആശങ്ക വിതച്ചു. ഒരു ദിവസം അവർ സ്കൂളിലെ പ്രിൻസിപ്പാളുമായി നേരിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചു. അവിടെ ചെന്നപ്പോൾ പ്രിൻസിപ്പാൾ വളരെ വിനയത്തോടെ പറഞ്ഞു, മാഡം, സിദ്ധാർത്ഥ് നല്ല കുട്ടിയാണ്. പക്ഷേ അവൻ എപ്പോഴും ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. കൂട്ടുകാരോടൊപ്പം ഇടപഴകാൻ അവൻ മടിക്കുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ സേതുലക്ഷ്മി ചില നിമിഷങ്ങൾ നിശബ്ദമായി നിന്നു. അവർക്കത് അല്പം അസ്വസ്ഥതയായി തോന്നി. കാരണം അവരുടെ മനസ്സിൽ സിദ്ധാർത്ഥ് എപ്പോഴും സുരക്ഷിതവും സന്തോഷവാനുമായ കുട്ടിയായിരുന്നു. എന്നാൽ ഇപ്പോൾ മറ്റുള്ളവർ പറയുന്നത് അവരുടെ ധാരണയോട് പൊരുത്തപ്പെടുന്നതല്ല. സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ സേതുലക്ഷ്മിയുടെ ചിന്തകൾ മുഴുവൻ മകനെക്കുറിച്ചായിരുന്നു. ഇതുവരെ അവർ കാണാതെ പോയ എന്തെങ്കിലും സത്യമുണ്ടോ എന്നൊരു സംശയം അവരുടെ മനസ്സിൽ പതുക്കെ വളരാൻ തുടങ്ങി. ആ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ സേതുലക്ഷ്മി സിദ്ധാർത്ഥിനെ വിളിച്ച് അടുത്തിരുത്തി. സാധാരണയായി അധിക സമയം സംസാരിക്കാൻ കിട്ടാത്തതിനാൽ അവർക്ക് ആ നിമിഷം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. മോനെ, നിന്റെ സ്കൂളിൽ നിന്ന് ഇന്ന് അമ്മ ചില കാര്യങ്ങൾ കേട്ടു എന്നവർ മൃദുവായി പറഞ്ഞു. എന്താ നീ ആരോടും മിണ്ടാതിരിക്കുന്നത്? അവരുടെ ശബ്ദത്തിൽ ഒരു കുറ്റപ്പെടുത്തലായിരുന്നില്ല, മറിച്ച് ഒരു അമ്മയുടെ ആശങ്കയായിരുന്നു. സിദ്ധാർത്ഥ് കുറച്ചു സമയം മിണ്ടാതെ സേതുലക്ഷ്മിയെ നോക്കി. അവന്റെ കണ്ണുകളിൽ പറയാനാകാത്ത നിരവധി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ അധരങ്ങളിൽ നിന്ന് ഒരു വാക്കുപോലും പുറത്തു വന്നില്ല. അവൻ തല കുനിച്ച് മിണ്ടാതെയിരുന്നു. സേതുലക്ഷ്മി വീണ്ടും ചോദിച്ചു. പക്ഷേ ഓരോ ചോദ്യത്തിനും മറുപടി അതേ നിശബ്ദത തന്നെയായിരുന്നു. ആ മൗനം സേതുലക്ഷ്മിക്ക് വളരെ അപരിചിതമായ ഒന്നായി തോന്നി. നൂറുകണക്കിന് ആളുകളുടെ പ്രശ്നങ്ങൾ കേട്ട് അവർക്ക് പരിഹാരം കാണാൻ കഴിയുന്ന തനിക്ക് സ്വന്തം മകന്റെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ അവരെ അലട്ടി. ആ രാത്രി സേതുലക്ഷ്മിക്ക് ഉറങ്ങാനായില്ല. മനസ്സിൽ ഒരു ചോദ്യം മാത്രം, സിദ്ധാർത്ഥിന്റെ ഈ മാറ്റത്തിന് പിന്നിൽ എന്താണ്? ദിവസങ്ങൾ പിന്നെയും മുന്നോട്ട് നീങ്ങി. പക്ഷേ സിദ്ധാർത്ഥിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. വീട്ടിലെത്തിയാൽ അവൻ നേരെ തന്റെ മുറിയിലേക്ക് പോകും. പുസ്തകങ്ങൾ തുറന്നിട്ടിരുന്നാലും അവൻ പലപ്പോഴും ആലോചനകളിൽ മുങ്ങിയിരിക്കും. ചിലപ്പോൾ ജനലിനരികിൽ നിന്നുകൊണ്ട് ഏറെ നേരം പുറത്തേക്ക് നോക്കി നിൽക്കും. ആ നിമിഷങ്ങളിൽ അവന്റെ മുഖത്ത് ഒരു വിചിത്രമായ ശാന്തതയും ദുഃഖവും കലർന്നിരുന്നു. സേതുലക്ഷ്മി അത് ശ്രദ്ധിച്ചു തുടങ്ങി. പക്ഷേ എന്താണ് അവനെ അലട്ടുന്നതെന്ന് അവർക്ക് വ്യക്തമായിരുന്നില്ല. ഒരു ദിവസം സേതുലക്ഷ്മി അകലെ നിന്ന് അവനെ നോക്കി നിൽക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു അന്യമായ വികാരമുണർന്നു. തന്റെ മകന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്നൊരു സംശയം. ഇതുവരെ അവനു വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നായിരുന്നു സേതുലക്ഷ്മിയുടെ വിശ്വാസം. എന്നാൽ ഇപ്പോൾ അവരുടെ മനസ്സിൽ ആദ്യമായി ഒരു സംശയമുയർന്നു. സിദ്ധാർത്ഥ് സന്തോഷവാനാണോ? ആ ചോദ്യത്തിന് അവർക്ക് തന്നെ ഉറപ്പുള്ള മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഒരു വൈകുന്നേരം അവർ അവന്റെ പഠന പുസ്തകങ്ങൾ തുറന്നു നോക്കി. ചില പേജുകളിൽ അവനൊന്നും എഴുതിയിരുന്നില്ല. ചിലത് അപൂർണമായിരുന്നു. ആ കാഴ്ച അവരുടെ മനസ്സിൽ ഒരു വേദനയായി പതിഞ്ഞു. എന്റെ കുഞ്ഞ് ഇത്രയും മാറാൻ എന്താണ് കാരണം എന്ന ചിന്ത സേതുലക്ഷ്മിയെ അലട്ടിക്കൊണ്ടിരുന്നു. ആ നിമിഷം അവർക്ക് മനസ്സിലായി, ഇത് സാധാരണമായ ഒരു പ്രശ്നമല്ല. അവന്റെ ഉള്ളിൽ എന്തോ ആഴത്തിലുള്ള ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി വീട്ടിലെല്ലാം ശാന്തമായപ്പോൾ സേതുലക്ഷ്മി ഒറ്റയ്ക്കിരുന്നു. ദിവസവും ഓഫീസിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അവർക്ക് ഭയമുണ്ടാക്കാറില്ലായിരുന്നു. പക്ഷേ ഇന്ന് അവരുടെ മനസ്സിലൊരു അജ്ഞാതമായ ആശങ്ക നിറഞ്ഞു. തന്റെ മകന്റെ കണ്ണുകളിൽ കാണുന്ന ആ മൗനം അവർക്ക് മറക്കാൻ കഴിഞ്ഞില്ല. സിദ്ധാർത്ഥ് തന്റെ ജീവിതത്തിൽ നിന്ന് പതിയെ അകന്നു പോവുകയാണോ എന്നൊരു ഭയം അവരുടെ മനസ്സിലുയർന്നു. ഒരു അമ്മയായ അവർക്ക് അത് സഹിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. സേതുലക്ഷ്മി മനസ്സിൽ തീരുമാനിച്ചു, എന്തായാലും സിദ്ധാർത്ഥിന്റെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്ന് കണ്ടെത്തണം. കാരണം ആ നിശബ്ദത ഇങ്ങനെ തുടർന്നാൽ ഒരു ദിവസം അത് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുമെന്നൊരു അജ്ഞാതമായ ഭയം അവരുടെ ഹൃദയത്തിൽ പതിയെ വളർന്നു. അടുത്ത ദിവസങ്ങൾ സേതുലക്ഷ്മിക്ക് അത്ര എളുപ്പമല്ലായിരുന്നു. ഓഫീസിൽ ഇരിക്കുമ്പോഴും അവരുടെ ചിന്തകൾ പലപ്പോഴും വീട്ടിലേക്ക് തിരിഞ്ഞു പോവാറുണ്ട്. ഫയലുകൾ മുന്നിൽ തുറന്നു കിടന്നാലും അവരുടെ മനസ്സിൽ ഒരേ ഒരു ചോദ്യമാണ് വീണ്ടും വീണ്ടും ഉയരുന്നത്. സിദ്ധാർത്ഥ് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറിയത്? അവർക്ക് സ്വന്തം ജോലി ജീവിതത്തിൽ ഒരിക്കലും ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. നിയമം പറയുന്നത് എന്താണോ അതനുസരിച്ച് തീരുമാനമെടുക്കുന്നത് അവർക്ക് വളരെ എളുപ്പമായിരുന്നു. ഒരു ദിവസം അവർ തന്റെ പഴയൊരു സുഹൃത്തും ബാലമനഃശാസ്ത്ര വിദഗ്ധയുമായ ഡോക്ടർ മഞ്ജുവിനെ കാണാൻ തീരുമാനിച്ചു. സിദ്ധാർത്ഥിന്റെ സ്വഭാവത്തെക്കുറിച്ച് എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഡോക്ടർ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ ശാന്തയായി പറഞ്ഞു, കുട്ടികൾക്ക് സ്നേഹവും സുരക്ഷയും മാത്രം മതിയാകില്ല, അവർക്ക് സ്വാതന്ത്ര്യവും കൂട്ടുകാരും കൂടെ വേണം. ആ വാക്കുകൾ സേതുലക്ഷ്മിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അവർക്ക് തോന്നി, ഇത്രയും കാലം താൻ ചെയ്തിരുന്ന ചില കാര്യങ്ങൾ മകന്റെ മനസ്സിനെ ബാധിച്ചിരിക്കുമോ എന്ന്.
ആ ചിന്ത അവരെ കൂടുതൽ ആലോചിപ്പിച്ചു. അന്ന് വൈകുന്നേരം അവർ വീട്ടിലെത്തിയപ്പോൾ സിദ്ധാർത്ഥിനെ അകലെ നിന്ന് കുറച്ചുനേരം നോക്കി. അവൻ പതിവ് പോലെ ശാന്തനായി തന്റെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിലും അവന്റെ കണ്ണുകൾ അതിൽ നിൽക്കുന്നതായി തോന്നിയില്ല. അവർ പതുക്കെ അകത്ത് കടന്നു. സിദ്ധാർത്ഥ് എന്ന് വിളിച്ചപ്പോൾ അവൻ തല ഉയർത്തി നോക്കി. സേതുലക്ഷ്മിയുടെ ശബ്ദത്തിൽ ആ ദിവസം ഒരു വ്യത്യാസമുണ്ടായിരുന്നു. സാധാരണ ചോദിക്കുന്നത് പോലെ ചോദ്യങ്ങൾ ചോദിക്കാതെ അവർ അവന്റെ അടുത്തു വന്നിരുന്നു. കുറച്ചു നിമിഷം ഒന്നും പറയാതെ അവർ അവന്റെ മുഖം ശ്രദ്ധിച്ചു. അവന്റെ കണ്ണുകളിൽ ഒരു അന്യായമായ ദുഃഖം അവർക്ക് വ്യക്തമായി കാണാമായിരുന്നു. നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ അമ്മയോട് പറയുമോനെ എന്ന് അവർ മൃദുവായി പറഞ്ഞു. പക്ഷേ സിദ്ധാർത്ഥ് വീണ്ടും തലകുനിച്ചു. അവൻ എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ തോന്നിയെങ്കിലും വാക്കുകൾ പുറത്തു വന്നില്ല. ആ നിമിഷം സേതുലക്ഷ്മിയുടെ ഹൃദയം അല്പം വേദനിച്ചു. തന്റെ മകന്റെ മനസ്സിലേക്കുള്ള വഴിയെ താൻ തന്നെ എവിടെയോ നഷ്ടപ്പെടുത്തിയതുപോലെ അവർക്ക് തോന്നി. അടുത്ത ദിവസങ്ങളിൽ അവർ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ കുറച്ചു സമയം സിദ്ധാർത്ഥിനൊപ്പം ചെലവഴിക്കാമെന്ന് അവർ തീരുമാനിച്ചു. ഒരിക്കൽ സേതുലക്ഷ്മി അവനെ പുറത്തേക്ക് നടക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ അവൻ അതിനും വലിയ പ്രതികരണമൊന്നും കാണിച്ചില്ല. അവന്റെ മനസ്സ് അപ്പോഴും എന്തൊക്കെയോ ചിന്തകളിൽ കുടുങ്ങിയതുപോലെ തോന്നി. സേതുലക്ഷ്മിക്ക് അത് കൂടുതൽ ആശങ്കയായി. അവർ ആദ്യമായി തിരിച്ചറിഞ്ഞു, ഒരു കുഞ്ഞിന്റെ ഹൃദയം മനസ്സിലാക്കാതെ അവന്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് എത്ര അപകടകരമാണെന്ന്. ഇതുവരെ അവർ ചെയ്തിരുന്ന എല്ലാം മകന്റെ നന്മയ്ക്കാണെന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സേതുലക്ഷ്മിക്ക് തോന്നി അവൻ ആ നന്മയെ മറ്റൊരു രീതിയിലായിരിക്കാം അനുഭവിച്ചിരുന്നത്. അവർ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം സേതുലക്ഷ്മിക്ക് വ്യക്തമായി. അവന്റെ കണ്ണുകളിൽ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഒരു വൈകുന്നേരം സേതുലക്ഷ്മി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവർ ഒരു ചെറിയ കാഴ്ച കണ്ടു. വീടിനകലെ ചില കുട്ടികൾ ഒന്നിച്ച് കളിക്കുകയായിരുന്നു. അവരിൽ ഒരാൾ പന്ത് തെറ്റി വീടിന്റെ ഗേറ്റിനരികിലേക്ക് എത്തി. കുട്ടി ഭയത്തോടെ അകത്ത് നോക്കി നിൽക്കുകയായിരുന്നു. ആ നിമിഷം സിദ്ധാർത്ഥ് ജനലിനരികിൽ നിന്ന് അത് കാണുന്നുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് തെളിഞ്ഞിരുന്ന ആകാംക്ഷ സേതുലക്ഷ്മി ആദ്യമായി വ്യക്തമായി കണ്ടു. അവൻ ആ കുട്ടിയെ നോക്കി കുറച്ചു നിമിഷം നിശബ്ദമായി നിന്നു. പിന്നെ അവൻ പതുക്കെ തിരിഞ്ഞ് തന്റെ മുറിയിലേക്ക് നടന്നു. ആ ചെറിയ സംഭവം സേതുലക്ഷ്മിയുടെ മനസ്സിൽ വലിയൊരു ചിന്തയായി മാറി. അവർ അപ്രതീക്ഷിതമായി ഒരു കാര്യം മനസ്സിലാക്കാൻ തുടങ്ങി. സിദ്ധാർത്ഥിന്റെ നിശബ്ദതയ്ക്ക് പിന്നിൽ ഒരുപക്ഷെ വളരെ ലളിതമായ ഒരു ആഗ്രഹം ഒളിഞ്ഞിരിക്കാം. ആ രാത്രി സേതുലക്ഷ്മി ഏറെ നേരം ഉറങ്ങാതെ കിടന്നു. തന്റെ ജീവിതത്തിലെടുത്ത എല്ലാ തീരുമാനങ്ങളും അവർ ഓർത്തു നോക്കി. ഓരോ തീരുമാനവും ശരിയായിരുന്നുവെന്ന് തോന്നിയിരുന്നെങ്കിലും ഇപ്പോൾ അവയിൽ ചിലത് വീണ്ടും ചിന്തിക്കേണ്ടതുണ്ടെന്ന് സേതുലക്ഷ്മി തിരിച്ചറിഞ്ഞു. ഒരു അമ്മയായ അവർക്ക് തന്റെ മകന്റെ സന്തോഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ ആ സന്തോഷം എന്താണെന്ന് കണ്ടെത്തുക ഇപ്പോൾ അവർക്കുള്ള ഏറ്റവും വലിയ ചുമതലയായി മാറിയിരിക്കുന്നു. സേതുലക്ഷ്മി മനസ്സിലൊരു ഉറച്ച തീരുമാനമെടുത്തു. സിദ്ധാർത്ഥിന്റെ ഹൃദയത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് കണ്ടെത്താതെ ഇനി തനിക്ക് വിശ്രമമില്ല. കാരണം അവർക്കിപ്പോൾ വ്യക്തമായി മനസ്സിലായി, ഈ ചെറിയ മൗനത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം അത്ര നിസ്സാരമല്ല. ഒരു കുഞ്ഞിന്റെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ ഉതകുന്നതാണത്. അടുത്ത ദിവസങ്ങളിൽ സേതുലക്ഷ്മിയുടെ മനസ്സിൽ ഒരു പുതിയ വൈകാരികത വളരാൻ തുടങ്ങി. ഇതുവരെ ജീവിതത്തിൽ പല വലിയ പ്രശ്നങ്ങളും അവർ നേരിട്ടിട്ടുണ്ട്. നിയമവും അധികാരവും ഉപയോഗിച്ച് അവയെല്ലാം പരിഹരിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് മനസ്സിലായി, ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വേദന കണ്ടെത്തുന്നത് അത്ര എളുപ്പമല്ല. സിദ്ധാർത്ഥിനെ അവർ കൂടുതൽ നിരീക്ഷിക്കാൻ തുടങ്ങി. അവൻ എങ്ങനെ സംസാരിക്കുന്നു, എപ്പോഴൊക്കെ മിണ്ടാതിരിക്കുന്നു, എന്താണ് അവന്റെ കണ്ണുകളിൽ തെളിയുന്നത്, ഇവയെല്ലാം അവർ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരു വൈകുന്നേരം അവർ വരാന്തയിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ വീണ്ടും ആ കുട്ടികളിലേക്ക് നീങ്ങി. അവർ ഒരുമിച്ച് കളിക്കുമ്പോൾ അവരുടെ ചിരി മുഴുവൻ പരിസരവും നിറഞ്ഞിരുന്നു. ആ ശബ്ദം കേട്ട് സേതുലക്ഷ്മി സ്വാഭാവികമായി ജനലിലേക്ക് നോക്കി. അവിടെ സിദ്ധാർത്ഥ് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അവരെ നോക്കി നിൽക്കുന്ന വിധത്തിൽ ഒരു ആകാംക്ഷയും ഒരു തരം ദുഃഖവും ഒരുമിച്ച് കാണാമായിരുന്നു. ആ കാഴ്ച സേതുലക്ഷ്മിയുടെ ഹൃദയത്തെ തൊട്ടു. ഒരു നിമിഷം അവർക്ക് തോന്നി, ഇത്രയും കാലം തന്റെ മകൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ഒരുപക്ഷെ ഇതുതന്നെയായിരിക്കാം. ഒരു കൂട്ടം സുഹൃത്തുക്കൾ, ചിരിയും കളിയും നിറഞ്ഞ സാധാരണ ബാല്യം. ആ ചിന്ത അവരെ അന്ന് രാത്രി മുഴുവൻ അലട്ടി. തന്റെ ബാല്യകാലം അവർക്ക് ഓർമ്മ വന്നു. ചെറിയ ഗ്രാമത്തിൽ വളർന്നിരുന്ന കാലത്ത് അവർക്കും നിരവധി കൂട്ടുകാരുണ്ടായിരുന്നു. മഴയുള്ള ദിവസങ്ങളിൽ കുളത്തിൽ ചാടിക്കളിച്ചതും വൈകുന്നേരങ്ങളിൽ പറമ്പിൽ ഓടി നടന്നതും വഴക്കിട്ടിട്ടും വീണ്ടും ഒത്തുചേർന്നതും ആ ഓർമ്മകളെല്ലാം അവരുടെ മനസ്സിൽ തെളിഞ്ഞു. അവർക്ക് പെട്ടെന്ന് ഒരു ബോധ്യം വന്നു, ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടത് ആ സ്വാതന്ത്ര്യവും സൗഹൃദവുമാണെന്ന്. എന്നാൽ സിദ്ധാർത്ഥന് ആ അനുഭവങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഞാൻ തെറ്റ് ചെയ്തോ എന്ന ചോദ്യം ആദ്യമായി അവരുടെ മനസ്സിൽ ഉയർന്നു. ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി അവർക്ക് ലഭിച്ചില്ലെങ്കിലും തന്റെ മകന്റെ മനസ്സിൽ എന്തൊക്കെയോ കുറവുണ്ടെന്ന് അവർക്ക് അപ്പോൾ വ്യക്തമായി.
അടുത്ത ദിവസം അവർ സിദ്ധാർത്ഥിനോട് വീണ്ടും സംസാരിക്കാൻ ശ്രമിച്ചു. ആ ദിവസം അവരുടെ ശബ്ദത്തിൽ മുമ്പത്തേക്കാൾ കൂടുതൽ സ്നേഹവും സഹനവും ഉണ്ടായിരുന്നു. നിനക്ക് സ്കൂളിൽ സുഹൃത്തുക്കളുണ്ടോ മോനെ എന്നായിരുന്നു അവർ ചോദിച്ചത്. സിദ്ധാർത്ഥ് കുറച്ചു നിമിഷം ചിന്തിച്ചു. പിന്നെ പതുക്കെ തലയാട്ടി. അവൻ അങ്ങനെ ആരുമില്ലെന്ന്. ആ മറുപടി കേട്ടപ്പോൾ സേതുലക്ഷ്മിയുടെ ഹൃദയം അല്പം വേദനിച്ചു. അവർ അത് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും നേരിട്ട് കേൾക്കുന്നത് അത്ര എളുപ്പമല്ലായിരുന്നു. നിനക്ക് സുഹൃത്തുക്കൾ വേണമെന്ന് തോന്നുന്നില്ലേ മോനെ എന്ന് സേതുലക്ഷ്മി വീണ്ടും ചോദിച്ചു. ഇപ്രാവശ്യം സിദ്ധാർത്ഥ് ഉടനെ മറുപടി പറഞ്ഞില്ല. അവൻ കുറച്ചു നിമിഷം നിശബ്ദനായിരുന്നു. പിന്നെ പറഞ്ഞു, അമ്മ, എനിക്ക് അവരോടൊപ്പം കളിക്കാൻ തോന്നാറുണ്ട്. പക്ഷേ അവൻ അവിടെ തന്നെ നിർത്തി. ആ പക്ഷേ എന്ന വാക്ക് സേതുലക്ഷ്മിയുടെ ഹൃദയത്തിൽ ശക്തമായി പതിഞ്ഞു. അവർക്കപ്പോൾ മനസ്സിലായി, ആ വാക്കിനു പിന്നിൽ സേതുലക്ഷ്മി തന്നെയാണ്. അവൻ വാക്കുകൾ പൂർത്തിയാക്കിയില്ലെങ്കിലും സേതുലക്ഷ്മിക്ക് ആ സത്യം വ്യക്തമായി മനസ്സിലായി. ആ നിമിഷം അവർക്ക് ഒരു വലിയ തിരിച്ചറിവ് ലഭിച്ചു. ഇതുവരെ അവർ മകനെ സുരക്ഷിതമായി വളർത്തണമെന്ന ആഗ്രഹത്തോടെയാണ് എല്ലാം ചെയ്തിരുന്നത്. എന്നാൽ ആ സുരക്ഷ തന്നെ അവന്റെ സന്തോഷത്തെ അകറ്റിയിരിക്കുന്നു. ഒരു അമ്മയായി അവർക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ സത്യം മാറില്ലെന്ന് അവർക്ക് മനസ്സിലായി. ആ രാത്രി സേതുലക്ഷ്മി തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തെക്കുറിച്ച് ചിന്തിച്ചു. അവർക്കറിയാമായിരുന്നു, ഇതുവരെ അവർ സൃഷ്ടിച്ച എല്ലാ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒരു ദിവസം മാറ്റേണ്ടി വരുമെന്ന്. കാരണം ഒരു കുഞ്ഞിന്റെ ഹൃദയം അടച്ചുവെച്ചാൽ അവൻ വളരുമ്പോൾ അത് കൂടുതൽ ദൂരം അകന്നു പോകും. സിദ്ധാർത്ഥ് ഇപ്പോഴും ചെറുപ്പമാണ്. അവന്റെ മനസ്സ് ഇപ്പോഴും തുറക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ്. ഈ അവസരം നഷ്ടപ്പെടുത്തരുത് എന്ന് അവർ തീരുമാനിച്ചു. എന്നാൽ ഈ മാറ്റം എങ്ങനെ തുടങ്ങണമെന്നത് സേതുലക്ഷ്മിക്ക് വ്യക്തമല്ലായിരുന്നു. തന്റെ ജീവിതത്തിൽ ആദ്യമായി അവർക്ക് അധികാരത്തിന്റെ ശക്തിയേക്കാൾ മാതൃത്വത്തിന്റെ സ്നേഹമാണ് കൂടുതൽ ആവശ്യമായതെന്ന് തോന്നി. അവർ മനസ്സിൽ ഉറപ്പിച്ചു, സിദ്ധാർത്ഥിന്റെ ബാല്യം തിരികെ കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അതിനായി അവർ എന്തും ചെയ്യും. പക്ഷേ അവർക്കറിയില്ലായിരുന്നു, ആ തീരുമാനമാണ് ഉടനെ അവരുടെ ജീവിതത്തെ പ്രതീക്ഷിക്കാത്ത ഒരു വഴിയിലേക്ക് തിരിക്കാൻ പോകുന്നതെന്ന്. സിദ്ധാർത്ഥിന്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരണമെന്ന ആഗ്രഹം സേതുലക്ഷ്മിയെ അലട്ടിക്കൊണ്ടിരുന്നു. ഒരിക്കൽ അവർ അവനെ സ്കൂളിൽ നിന്ന് നേരത്തെ കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചു. സാധാരണയായി ഡ്രൈവറും സെക്യൂരിറ്റിയുമായിരുന്നു അവനെ കൊണ്ടുവന്നിരുന്നത്. പക്ഷേ ആ ദിവസം സേതുലക്ഷ്മി തന്നെ സ്കൂളിലേക്ക് പോയി. സിദ്ധാർത്ഥ് അവരെ കണ്ടപ്പോൾ അല്പം അത്ഭുതപ്പെട്ടു. ഇന്ന് ഞാൻ നിന്നെ കൊണ്ടുപോകാം മോനെ എന്ന് അവർ പറഞ്ഞു. അവന്റെ മുഖത്ത് ഒരു ചെറിയ സന്തോഷം തെളിഞ്ഞു. കാറിലിരുന്നപ്പോൾ കുറച്ചു നിമിഷം ഇരുവരും മിണ്ടാതെയിരുന്നു. പിന്നെ സേതുലക്ഷ്മി പെട്ടെന്ന് ചോദിച്ചു, നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു സ്ഥലത്തേക്ക് പോയാലോ? സിദ്ധാർത്ഥ് ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവന്റെ കണ്ണുകളിൽ കൗതുകം തെളിഞ്ഞിരുന്നു. കാറ് നഗരത്തിന്റെ തിരക്കുള്ള റോഡിലൂടെ മുന്നോട്ട് നീങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർ ഒരു ബസ് സ്റ്റാൻഡിന്റെ സമീപത്തെത്തി. അവിടെ ആളുകളുടെ തിരക്കും ചെറിയ കടകളും ചായക്കടകളുടെ ശബ്ദവും നിറഞ്ഞിരുന്നു. ആ സ്ഥലത്തെ ജീവിതം സിദ്ധാർത്ഥിന് പുതുമയുള്ളതായിരുന്നു. കാർ നിർത്തി അവിടെ ഇറങ്ങിയപ്പോൾ സിദ്ധാർത്ഥ് ചുറ്റും നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആളുകൾ ഒരുമിച്ച് സംസാരിക്കുന്നതും ചിലർ പെട്ടെന്ന് ബസ്സിലേക്ക് ഓടുകയും ചെയ്യുന്നതൊക്കെ അവൻ ശ്രദ്ധിച്ചു. അതിനിടയിൽ അവന്റെ കണ്ണ് ഒരു ചെറിയ കാഴ്ചയിൽ തങ്ങി. ഒരു ബാലൻ കയ്യിൽ ഒരു ബാസ്ക്കറ്റ് പിടിച്ച് സമോസ, ചൂട് സമോസ എന്ന് വിളിച്ച് നടക്കുന്നു. അവനും സിദ്ധാർത്ഥിന്റെ അതേ പ്രായമായിരുന്നു. പൊടി പിടിച്ച വസ്ത്രവും ക്ഷീണിച്ച മുഖവും. എന്നാൽ അവന്റെ കണ്ണുകളിൽ ഒരു ചിരിയുണ്ടായിരുന്നു. ആ ബാലൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവന്റെ ശബ്ദത്തിൽ ഭയം ഒട്ടുമില്ലായിരുന്നു. മറിച്ച് ഒരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ആ കാഴ്ച നോക്കി നിൽക്കുകയായിരുന്നു. അവന്റെ കണ്ണുകളിൽ ഒരു വിചിത്രമായ വികാരം തെളിഞ്ഞു. അത് ദയയോ അതിശയമോ മാത്രമല്ല, മറിച്ച് ഒരു തരം ആകാംക്ഷയും. അമ്മ, അവൻ എന്താണ് ചെയ്യുന്നത് എന്ന് അവൻ പതുക്കെ ചോദിച്ചു. സേതുലക്ഷ്മി ആ ബാലനെ നോക്കി പറഞ്ഞു, അവൻ ജോലി ചെയ്യുകയാണ് മോനെ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അവരുടെ ശബ്ദത്തിൽ ഒരു ഗൗരവമുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ആ ബാലനെ കുറച്ചുനേരം കൂടി നോക്കി നിന്നു. ആളുകളോട് സംസാരിക്കുകയും പണം വാങ്ങുകയും വീണ്ടും ചിരിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പോവുകയും ചെയ്യുന്ന അവന്റെ സ്വാഭാവികത സിദ്ധാർത്ഥിനെ അത്ഭുതപ്പെടുത്തി. അവൻ പെട്ടെന്ന് പറഞ്ഞു, അമ്മ, അവന് ഭയമില്ലല്ലോ. ആ വാക്കുകൾ സേതുലക്ഷ്മിയെ കുറച്ചു നിമിഷം നിശബ്ദയാക്കി. അവർക്ക് ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലായി. സിദ്ധാർത്ഥിന്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ആരൊക്കെയോ കൂടെ ഉണ്ടായിരുന്നു, ഗാർഡും നിയമങ്ങളും നിയന്ത്രണങ്ങളും. എന്നാൽ ഈ ബാലൻ ഒറ്റയ്ക്കായിരുന്നിട്ടും ഭയമില്ലാതെ ജീവിക്കുന്നു. ആ സത്യം സേതുലക്ഷ്മിയുടെ മനസ്സിൽ ശക്തമായി പതിഞ്ഞു. അവർക്ക് പെട്ടെന്നൊരു ബോധ്യം വന്നു. ജീവിതം മുഴുവൻ സുരക്ഷയിൽ മാത്രം വളർന്നാൽ കുട്ടികൾക്ക് ലോകത്തെ നേരിടാൻ ധൈര്യം കുറയാം. ആ ചിന്ത അവരെ നിശബ്ദയാക്കി. അതിനിടയിൽ ആ സമൂസ വിൽക്കുന്ന ബാലൻ അവരുടെ അടുത്തെത്തി. സമൂസ വേണോ എന്ന് അവൻ ചോദിച്ചു. സിദ്ധാർത്ഥ് അവനെ അടുത്തു നിന്ന് നോക്കി. അവന്റെ മുഖത്ത് ക്ഷീണമുണ്ടായിരുന്നെങ്കിലും ഒരു സ്വാതന്ത്ര്യത്തിന്റെ പ്രകാശം കാണാമായിരുന്നു. സേതുലക്ഷ്മി 2 സമൂസ വാങ്ങി. ബാലൻ നന്ദിയോടെ ചിരിച്ചു. പിന്നെ വീണ്ടും
തന്റെ ജോലി തുടർന്നു. സിദ്ധാർത്ഥ് അവൻ അകന്നു പോകുന്നത് നോക്കി നിന്നു. ആ നിമിഷം അവന്റെ മനസ്സിൽ എന്തൊക്കെയോ മാറുന്നുവെന്ന തോന്നലുണ്ടായി. താൻ കണ്ടത് മാത്രമല്ല ജീവിതമെന്ന് അവൻ ആദ്യമായി തിരിച്ചറിഞ്ഞതുപോലെ. അതൊരു ചെറിയ സംഭവമായിരുന്നെങ്കിലും അത് അവന്റെ ഉള്ളിൽ ഒരു പുതിയ ചിന്തയുടെ വിത്തായി മാറി. കാറിൽ തിരികെ കയറുമ്പോൾ സേതുലക്ഷ്മി സിദ്ധാർത്ഥിനെ നോക്കി. അവന്റെ മുഖത്ത് മുമ്പത്തെ പോലെ ശൂന്യതയില്ല, പകരം എന്തൊക്കെയോ ആലോചനയുണ്ടായിരുന്നു. അവർക്ക് തോന്നി ഇന്നവൻ ആദ്യമായി മറ്റൊരു ലോകത്തെ കണ്ടു എന്ന്. എന്നാൽ അവർക്കറിയില്ലായിരുന്നു ഈ ചെറിയ സംഭവമാണ് അവരുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവിന് തുടക്കമാകാൻ പോകുന്നത് എന്ന്. കാരണം ജീവിതം ചിലപ്പോൾ വളരെ ചെറിയ നിമിഷങ്ങളിലൂടെ തന്നെ വലിയ മാറ്റങ്ങൾ തുടങ്ങി വെക്കും. ആ ബസ് സ്റ്റാൻഡിലെ ആ ചെറിയ കാഴ്ച, ആ സമൂസ വിൽക്കുന്ന ബാലൻ, ഇവയെല്ലാം സിദ്ധാർത്ഥിന്റെ ഭാവിയിൽ ഒരു ദിവസം അതീവ പ്രധാനമായ ഒരു ഓർമ്മയായി മാറാനിരിക്കുകയായിരുന്നു. ബസ് സ്റ്റാൻഡിൽ കണ്ട ആ ചെറിയ സംഭവം സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. വീട്ടിലേക്ക് മടങ്ങിയ ശേഷവും അവന്റെ ചിന്തകൾ അവിടെയായിരുന്നു. സമൂസ വിൽക്കുന്ന ആ ബാലന്റെ മുഖം അവൻ വീണ്ടും വീണ്ടും ഓർത്തു. അവന്റെ വസ്ത്രങ്ങൾ പഴകിയതായിരുന്നു, കൈകൾ പൊടി പിടിച്ചതായിരുന്നു. പക്ഷേ അവന്റെ മുഖത്ത് ഒരു ഭയവും കണ്ടില്ല. ആളുകളോട് സ്വതന്ത്രമായി സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്ന അവന്റെ സ്വഭാവം സിദ്ധാർത്ഥിന് അതിശയമായി തോന്നി. ആ രാത്രി ഉറങ്ങാൻ കിടന്നിട്ടും അവന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രം: ജീവിതം ഇത്രയധികം വ്യത്യസ്തമാണോ? തന്റെ ജീവിതവും ആ ബാലന്റെ ജീവിതവും തമ്മിലുള്ള വലിയ വ്യത്യാസം അവൻ ആദ്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. സ്വന്തം ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും എന്തൊക്കെയോ ഇല്ലെന്ന് അവന് തോന്നി. എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ജീവിക്കാൻ കഴിയുന്നില്ല എന്നൊരു ചോദ്യം അവന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉയർന്നു. ആ ചോദ്യത്തിന് അവന് മറുപടി കണ്ടെത്താനായില്ല. പക്ഷേ ആ ദിവസത്തിനു ശേഷം അവന്റെ ഉള്ളിൽ ഒരു പുതിയ ആഗ്രഹം വളരാൻ തുടങ്ങി. ഒരിക്കൽ ആ ലോകം അടുത്തുനിന്ന് കാണണമെന്നൊരാഗ്രഹം. അടുത്ത ദിവസങ്ങളിൽ സിദ്ധാർത്ഥിന്റെ മനസ്സ് പതിയെ മാറി തുടങ്ങി. സ്കൂളിൽ പോയാലും അവന്റെ ചിന്തകൾ പലപ്പോഴും ബസ് സ്റ്റാൻഡിലേക്കാണ് തിരിഞ്ഞു പോകുന്നത്. ക്ലാസ്സിൽ അധ്യാപകൻ പാഠം എടുത്തുകൊണ്ടിരിക്കുമ്പോഴും അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി ചിന്തകളിൽ മുഴുകിയിരിക്കും. ഒരിക്കൽ അവൻ തന്റെ അധ്യാപകനോട് പതുക്കെ ചോദിച്ചു, "സർ, കുട്ടികൾ ജോലി ചെയ്യുമോ?" ആ ചോദ്യം കേട്ട് അധ്യാപകൻ കുറച്ചു നിമിഷം അവനെ നോക്കി നിന്നു. പിന്നെ ശാന്തനായി പറഞ്ഞു, "ചിലർക്ക് ജീവിതത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. എല്ലാവർക്കും ഒരേ സാഹചര്യങ്ങളായിരിക്കില്ലല്ലോ." ആ മറുപടി സിദ്ധാർത്ഥിന്റെ മനസ്സിൽ കൂടുതൽ ചിന്തകൾ നിറച്ചു. ആ ദിവസത്തിന് ശേഷം അവൻ പലപ്പോഴും ആ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് ചിന്തിച്ചു. അവിടെ കണ്ട ആ ബാലൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ അവന്റെ ഉള്ളിൽ വളർന്നു. പക്ഷേ ആ ചിന്ത അവൻ ആരോടും പറഞ്ഞില്ല. കാരണം തന്റെ ജീവിതത്തിൽ ഓരോ കാര്യവും മറ്റൊരാളുടെ തീരുമാനത്തിലൂടെയാണ് നടന്നിരുന്നത് എന്ന് അവന് നന്നായി അറിയാമായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ പെട്ടെന്നൊരു ധൈര്യം തോന്നി. കാറ് നഗരത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവൻ ഡ്രൈവറോട് ചോദിച്ചു, "ഇന്ന് നമുക്ക് ബസ് സ്റ്റാൻഡിലൂടെ പോകാമോ?" ഡ്രൈവർ അല്പം ആശയക്കുഴപ്പത്തോടെ അവനെ നോക്കി. "മാഡം അത് പറഞ്ഞിട്ടില്ല" എന്നവൻ പതുക്കെ പറഞ്ഞു. ആ മറുപടി കേട്ടപ്പോൾ സിദ്ധാർത്ഥ് ഉടനെ മിണ്ടാതായി. ആ നിമിഷം അവന് വീണ്ടും തന്റെ ജീവിതത്തിലെ അതേ മതിൽ ഓർമ്മ വന്നു. അമ്മയുടെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാനാവില്ല എന്ന സത്യം. കാർ പതിവ് പോലെ നേരെ വീട്ടിലേക്ക് പോയി. പക്ഷേ അവന്റെ മനസ്സിലെ ആ ആഗ്രഹം അങ്ങനെ തന്നെ തുടരുകയായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ അവൻ പലപ്പോഴും ആലോചിച്ചു, ഒരു ദിവസം താൻ തന്നെ ആ സ്ഥലത്തേക്ക് പോകാൻ കഴിയുമോ എന്ന്. ആ ചിന്ത അവന്റെ ഉള്ളിൽ ചെറിയൊരു ധൈര്യമായി മാറി തുടങ്ങി. ഈ സമയങ്ങളിൽ സേതുലക്ഷ്മിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അവർ തന്റെ ജോലിയിൽ പതിവ് പോലെ തിരക്കിലായിരുന്നു. പക്ഷേ ഒരു ദിവസം രാവിലെ സ്കൂളിൽ നിന്ന് വന്ന ഒരു ഫോൺ കോൾ അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. "മാഡം, സിദ്ധാർത്ഥ് ഇന്ന് സ്കൂളിൽ എത്തിയിട്ടില്ല" എന്നായിരുന്നു മറുവശത്തു നിന്നുള്ള ശബ്ദം. ആ വാക്കുകൾ കേട്ടപ്പോൾ സേതുലക്ഷ്മിയുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. "എന്താ മാഡം പറയുന്നത്? ഇന്നവൻ സ്കൂളിലേക്ക് വന്നതാണല്ലോ" എന്ന് അവൾ ഞെട്ടലോടെ ചോദിച്ചു. ഗാർഡുകൾ പറഞ്ഞത് കാറിൽ നിന്ന് ഇറങ്ങിയ ശേഷം കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥിനെ കാണാനായില്ല എന്നാണ്. ആരും ശ്രദ്ധിക്കാത്ത ഒരു നിമിഷത്തിൽ അവൻ എവിടെയോ പോയിരിക്കുന്നു. ആ വാർത്ത സേതുലക്ഷ്മിയുടെ മനസ്സിൽ ഒരു വലിയ ഭാരമായി പതിഞ്ഞു. അവർ ഉടനെ സ്കൂളിലേക്ക് പോയി. അവിടെ തിരച്ചിൽ തുടങ്ങി. ഗാർഡുകളും അധ്യാപകരും പോലീസും എല്ലാവരും ചേർന്ന് തിരിഞ്ഞു. ഓരോ വഴിയും പരിശോധിച്ചു. പക്ഷേ സിദ്ധാർത്ഥിനെ എവിടെയും കണ്ടെത്താനായില്ല. അവനെ കണ്ടെത്താനുള്ള തിരച്ചിലുമായി സേതുലക്ഷ്മി നഗരത്തിലെ പല റോഡുകളിലൂടെയും സഞ്ചരിച്ചു. അവരുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രം: എങ്ങനെയെങ്കിലും മോനെ കണ്ടെത്തണം. അങ്ങനെ കാറ് തിരക്കേറിയ ഒരു റോഡിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ കണ്ണുകൾ അപ്രതീക്ഷിതമായ ഒരു കാഴ്ചയിൽ തങ്ങി നിന്നു. റോഡിന്റെ വക്കിൽ ഒരു ബാലൻ കയ്യിൽ ബാസ്ക്കറ്റ് പിടിച്ച് "ചൂട് സമൂസ" എന്ന് വിളിച്ചു നടക്കുന്നു. അവന്റെ അടുത്ത് മറ്റൊരു ബാലനും ഉണ്ടായിരുന്നു. അന്നൊരു നാൾ അവർ ബസ് സ്റ്റാൻഡിൽ കണ്ട സമൂസ വിൽക്കുന്ന പയ്യൻ. അവൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ചിരിക്കുകയായിരുന്നു. ആ ശബ്ദം കേട്ട് സമൂസ വിൽക്കുന്ന ആ കുട്ടിയും ഉച്ചത്തിൽ ചിരിച്ചു. ആ ചിരി കേട്ട നിമിഷം സേതുലക്ഷ്മിയുടെ ഹൃദയം ശക്തമായി മിടിച്ചു. കാരണം ആ ചിരി അവർക്ക് വളരെ പരിചിതമായിരുന്നു.
അവർ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവരുടെ കണ്ണുകൾ നിശ്ചലമായി. ആ കുട്ടി മറ്റാരുമല്ല, സിദ്ധാർത്ഥായിരുന്നു. കാറിനുള്ളിൽ ഇരുന്നു കൊണ്ട് സേതുലക്ഷ്മി കുറച്ചു നിമിഷം ആ കാഴ്ച നോക്കി. അവരുടെ കണ്ണുകൾ പതുക്കെ നനഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി അവർ തന്റെ മകനെ ഇങ്ങനെ മനസ്സറിഞ്ഞ് ചിരിക്കുന്നത് കാണുകയായിരുന്നു. അവന്റെ അടുത്തു നിന്നിരുന്ന ആ ബാലൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് മറുപടിയായി സിദ്ധാർത്ഥ് വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിക്കുന്നു. ആ ചിരിയിൽ ഭയമൊന്നുമില്ലായിരുന്നു, പൂർണമായ സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം മാത്രമായിരുന്നു അതിൽ. ആ കാഴ്ച കണ്ടപ്പോൾ സേതുലക്ഷ്മിയുടെ മനസ്സിൽ ഒരു ചിന്ത മിന്നിത്തെളിഞ്ഞു. ഇതായിരുന്നോ അവൻ ഇത്രയും കാലം ആഗ്രഹിച്ചിരുന്നത്? അവർ പതുക്കെ കാറിന്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. സേതുലക്ഷ്മിയെ കണ്ട നിമിഷം സിദ്ധാർത്ഥന്റെ മുഖത്തിലെ ചിരി മങ്ങി. അവന്റെ കണ്ണുകളിൽ ഭയം തെളിഞ്ഞു. താൻ തെറ്റു ചെയ്തുവെന്ന് അവൻ കരുതി. അവൻ അവിടെ തന്നെ നിശ്ചലമായി നിന്നു. സേതുലക്ഷ്മി പതുക്കെ അവന്റെ അടുത്തേക്ക് നടന്നു. കുറച്ചു നിമിഷം ഒന്നും പറയാതെ അവർ അവനെ തന്നെ നോക്കി നിന്നു. പിന്നെ അവന്റെ തലയിൽ സ്നേഹത്തോടെ തലോടി. നിനക്ക് ഇതാണിഷ്ടമെങ്കിൽ അമ്മയ്ക്ക് സമ്മതമാണ് മോനെ എന്ന് അവർ മൃദുവായി പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ സിദ്ധാർത്ഥ് അവരെ നോക്കി. അവന്റെ കണ്ണുകളിൽ അതിശയവും സന്തോഷവും ഒരുമിച്ച് തെളിഞ്ഞു. ജീവിതത്തിൽ ആദ്യമായി അവന്റെ അമ്മ അവന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു കാര്യം സമ്മതിച്ചിരിക്കുന്നു. ആ സത്യം അവന് ഉടനെ വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. പക്ഷേ അവരുടെ കൈയുടെ ചൂട് അവന് ഒരു ഉറപ്പ് നൽകി. ഇപ്പോൾ അവർ അവനെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. സേതുലക്ഷ്മിയുടെ കൈ തലയിൽ പതിഞ്ഞ നിമിഷം സിദ്ധാർത്ഥന്റെ മനസ്സിൽ ഒരുതരം വിചിത്രമായ ശാന്തത പടർന്നു. കുറച്ചു നിമിഷം അവൻ ഒന്നും പറയാതെ അമ്മയെ നോക്കി നിന്നു. ഇതുവരെ തന്റെ ജീവിതത്തിൽ അവൻ അമ്മയെ കണ്ടത് എല്ലായ്പ്പോഴും കർക്കശമായ തീരുമാനങ്ങളോടെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ കണ്ണുകളിൽ കാണുന്നത് കോപമല്ല. അവർ പറഞ്ഞ ആ വാക്കുകൾ, നിനക്ക് ഇതാണ് ഇഷ്ടമെങ്കിൽ അമ്മയ്ക്ക് സമ്മതമാണ് മോനെ, അവന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. ആ വാക്കുകൾ വിശ്വസിക്കാൻ അവന് കുറച്ച് സമയമെടുത്തു. കാരണം ഇതുവരെ അവന്റെ ജീവിതത്തിൽ ഓരോ കാര്യവും അമ്മയുടെ നിയമങ്ങൾക്കുള്ളിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ തന്നെ അവന്റെ ആഗ്രഹം അംഗീകരിച്ചിരിക്കുന്നു. അവന്റെ കണ്ണുകളിൽ പതുക്കെ സന്തോഷം തെളിഞ്ഞു. അടുത്തു നിന്നിരുന്ന സമൂസ വിൽക്കുന്ന ബാലൻ അത്ഭുതത്തോടെ ആ കാഴ്ച നോക്കി നിൽക്കുകയായിരുന്നു. സേതുലക്ഷ്മി ആ ബാലനിലേക്ക് തിരിഞ്ഞു. നിന്റെ പേരെന്താണ് എന്നവർ ചോദിച്ചു. ബാലൻ അല്പം മടിയോടെ പറഞ്ഞു, രാജു. അവന്റെ ശബ്ദത്തിൽ ഒരു ഭയമുണ്ടായിരുന്നു. കാരണം തന്റെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീ ആരാണെന്ന് അവന് മനസ്സിലായിരുന്നു. ഒരു വലിയ ഉദ്യോഗസ്ഥ. എന്നാൽ സേതുലക്ഷ്മിയുടെ മുഖത്ത് ആ സമയത്ത് അധികാരത്തിന്റെ കടുപ്പം ഒന്നുമില്ലായിരുന്നു. അവർ ശാന്തയായി ചോദിച്ചു, നീ എത്ര കാലമായി ഇവിടെ സമൂസ വിൽക്കുന്നു? രാജു മറുപടി പറഞ്ഞു, വളരെ നാളായി. വീട്ടിൽ അമ്മയെ സഹായിക്കണം. അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ സേതുലക്ഷ്മിയുടെ മനസ്സിൽ ഒരു വിചിത്രമായ വികാരമുണർന്നു. തന്റെ മകൻ ആ കുട്ടിയോടൊപ്പം ചിരിക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായി അവർ അവനെ ഇങ്ങനെ സ്വതന്ത്രമായി കാണുകയാണ്. ആ നിമിഷം അവർക്ക് മനസ്സിലായി, കുട്ടികൾക്ക് സന്തോഷം നൽകുന്നത് വലിയ വീടുകളും സുരക്ഷയും മാത്രമല്ലെന്ന്. സിദ്ധാർത്ഥ് ആ സമയത്ത് രാജുവിനോട് എന്തോ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതെന്റെ അമ്മയാണ് എന്നവൻ അഭിമാനത്തോടെ പറഞ്ഞു. രാജു അവനെ നോക്കി ചിരിച്ചു. എന്നിട്ട് അല്പം ഭയത്തോടെ സേതുലക്ഷ്മിയെ നോക്കി. പക്ഷേ സേതുലക്ഷ്മി മൃദുവായി ചിരിക്കുകയായിരുന്നു. നിങ്ങൾ സുഹൃത്തുക്കളാണോ എന്ന് അവർ ചോദിച്ചു. സിദ്ധാർത്ഥ് ഉടനെ തലയാട്ടി. അവന്റെ മുഖത്ത് ഒരു അഭിമാനം തെളിഞ്ഞിരുന്നു. ആദ്യമായി അവൻ ഒരു സുഹൃത്തിനെ കുറിച്ച് പറയുകയാണ്. ആ ചെറിയ നിമിഷം സേതുലക്ഷ്മിയുടെ ഹൃദയത്തെ വളരെ ആഴത്തിൽ സ്പർശിച്ചു. ഇത്രയും കാലം അവൻ നഷ്ടപ്പെടുത്തിയിരുന്ന ബാല്യത്തിന്റെ ഒരു ഭാഗം ഇപ്പോൾ അവർക്ക് വ്യക്തമായി കാണാനായി. അവർ റോഡിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ചുറ്റും ആളുകളുടെ തിരക്കുണ്ടായിരുന്നു. ബസ്സുകളുടെ ശബ്ദവും ചായക്കടയിലെ സംസാരവും എല്ലാം ചേർന്ന് ഒരു സാധാരണ ജീവിതത്തിന്റെ സംഗീതം പോലെ. എന്നാൽ ആ തിരക്കിനിടയിൽ സേതുലക്ഷ്മിക്ക് ഏറ്റവും വിലപ്പെട്ട കാഴ്ച തന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. സ്വന്തം മകൻ സ്വതന്ത്രമായി ചിരിക്കുന്നു. അവർ പതുക്കെ പറഞ്ഞു, സിദ്ധാർത്ഥ്, നീ ഇവിടെ നിന്ന് പോകേണ്ടതില്ല. അവൻ അതിശയത്തോടെ അമ്മയെ നോക്കി. നിനക്ക് സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കണമെങ്കിൽ ചെലവഴിക്കാം. അന്ന് വൈകുന്നേരം കാർ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സേതുലക്ഷ്മിയുടെ മനസ്സിൽ ഒരു വലിയ മാറ്റമുണ്ടായിരുന്നു. അവർക്കിപ്പോൾ മനസ്സിലായി, ഒരു കുട്ടിയുടെ സന്തോഷം സംരക്ഷിക്കുന്നത് നിയന്ത്രണങ്ങളാലല്ല, മറിച്ച് മനസ്സിലാക്കലിലൂടെയാണ്. അവർ സിദ്ധാർത്ഥിനെ നോക്കി. അവൻ കാറിന്റെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ അവന്റെ മുഖത്ത് അപ്പോൾ ഒരു ശാന്തമായ സന്തോഷമുണ്ടായിരുന്നു. ആ ദിവസം മുതൽ അവരുടെ ജീവിതം പതിയെ മാറി തുടങ്ങി. കാരണം ആ തിരക്കേറിയ റോഡിന്റെ വക്കിൽ നടന്ന ആ ചെറിയ നിമിഷം ഒരു അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തെ പുതുതായി രൂപപ്പെടുത്തുകയായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ സേതുലക്ഷ്മിയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഇതുവരെ അവർ ജീവിതത്തെ നിയന്ത്രണങ്ങളിലൂടെ നയിച്ചിരുന്നവരായിരുന്നു. അതിനാൽ അവർ സിദ്ധാർത്ഥിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. അവനെ ഇനി ഒറ്റപ്പെടുത്താതെ സ്വതന്ത്രമായി ജീവിക്കാൻ അവർ അവസരമൊരുക്കി. സ്കൂളിലേക്കും തിരിച്ചുമുള്ള യാത്രക്കിടയിലുള്ള കർശന നിയന്ത്രണങ്ങൾ കുറച്ചു. ചില വൈകുന്നേരങ്ങളിൽ അവർ തന്നെ അവനെ ബസ് സ്റ്റാൻഡിനരികിലേക്ക് കൊണ്ടുപോകും.
അവിടെ രാജുവിനോടൊപ്പം കുറച്ചു സമയം ചിലവഴിക്കാൻ അവർ അനുവദിച്ചു. സിദ്ധാർത്ഥിന്റെ മുഖത്ത് കാണുന്ന ആ സന്തോഷം അവർക്കിപ്പോൾ ഏറ്റവും വിലപ്പെട്ടതായിരുന്നു. രാജുവും പതിയെ അവരുടെ ജീവിതത്തിലെ ഒരു ഭാഗമായി തീർന്നു. രണ്ടു കുട്ടികളും ഒന്നിച്ച് ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ സേതുലക്ഷ്മിക്ക് ഒരുതരം ശാന്തത കിട്ടി. പക്ഷേ ഒരു ദിവസം അവർ ഒരു കാര്യം ശ്രദ്ധിച്ചു. സിദ്ധാർത്ഥ് രാജുവിനൊപ്പം നിൽക്കുമ്പോൾ രാജുവിന്റെ കണ്ണുകളിൽ ഒരു ചെറിയ ദുഃഖം അവർ കണ്ടു. അവൻ ചിരിക്കുമ്പോഴും അതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വിഷമമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ഒരു ദിവസം സിദ്ധാർത്ഥ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സേതുലക്ഷ്മി രാജുവിനെ അടുത്തേക്ക് വിളിച്ചു. നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് രാജു എന്ന് അവർ ചോദിച്ചു. രാജു കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് സുഖമില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ജോലി ചെയ്യുന്നത്. ആ വാക്കുകൾ കേട്ടപ്പോൾ സേതുലക്ഷ്മിയുടെ മനസ്സിൽ ഒരു വേദന പടർന്നു. ഒരു ചെറിയ കുട്ടി ഈ പ്രായത്തിൽ തന്നെ ജീവിതത്തിന്റെ ഭാരം ഏറ്റെടുക്കുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ആ നിമിഷം സേതുലക്ഷ്മി ഒരു തീരുമാനമെടുത്തു. അടുത്ത ദിവസം സേതുലക്ഷ്മി രാജുവിന്റെ വീട്ടിലേക്ക് പോയി. ചെറിയൊരു കുടിലായിരുന്നു അത്. അവിടെ രാജുവിന്റെ അമ്മ കിടപ്പിലായിരുന്നു. അവർക്ക് വേണ്ട ചികിത്സ ലഭിക്കാത്തത് കൊണ്ടാണ് അവരുടെ അവസ്ഥ ഇത്രയും മോശമായിരിക്കുന്നത്. ആ കാഴ്ച സേതുലക്ഷ്മിയുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ചു. അവർ ഉടനെ ചികിത്സയ്ക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. രാജുവിനെ സ്കൂളിൽ ചേർക്കാനുള്ള കാര്യങ്ങളും ആരംഭിച്ചു. ആ വാർത്ത കേട്ടപ്പോൾ രാജുവിന്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അവൻ ഒന്നും പറയാൻ കഴിയാതെ സേതുലക്ഷ്മിയുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു. അന്ന് വൈകുന്നേരം സിദ്ധാർത്ഥ് രാജുവിനെ കണ്ടപ്പോൾ അവൻ സന്തോഷത്തോടെ പറഞ്ഞു, ഇനി നീയും സ്കൂളിൽ വരും. ആ വാക്കുകൾ കേട്ടപ്പോൾ രാജു മനസ്സറിഞ്ഞു ചിരിച്ചു. ആ ചിരിയിൽ ഒരു പുതിയ ജീവിതത്തിന്റെ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ആ നിമിഷത്തിൽ സേതുലക്ഷ്മിയുടെ മനസ്സിൽ മറ്റൊരു വലിയ തിരിച്ചറിവുദിച്ചു. ഇതുവരെ അവർ അധികാരവും പദവിയും വലിയ കാര്യങ്ങളാണെന്ന് കരുതിയിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്ക് മനസ്സിലായി, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തി സ്നേഹമാണ്. അവർ സിദ്ധാർത്ഥിനെ നോക്കി. അവൻ രാജുവിനൊപ്പം ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ അവരുടെ കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. കാരണം ഇതുവരെ അവർ തന്റെ മകനെ സന്തോഷവാനാക്കാൻ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് കരുതിയിരുന്നു. പക്ഷേ അവൻ ആവശ്യമായിരുന്നത് വളരെ ലളിതമായ ഒന്നായിരുന്നു, ഒരു സുഹൃത്ത്. ഒരു അമ്മയായി അവർ ഇപ്പോൾ മനസ്സിലാക്കി, കുട്ടികൾക്ക് നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം സ്വാതന്ത്ര്യവും സ്നേഹവുമാണ്. ആ ബസ് സ്റ്റാൻഡിലെ ആ ചെറിയ സംഭവമാണ് അവരുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിച്ചത്. ആ ദിവസം മുതൽ സേതുലക്ഷ്മിക്ക് തന്റെ മകന്റെ ചിരിയാണ് ഏറ്റവും വലിയ വിജയമായി തോന്നിയത്. അടുത്ത ദിവസങ്ങളിൽ ആ വലിയ വീട്ടിൽ വലിയ വലിയ മാറ്റങ്ങൾ ആരംഭിച്ചു. മുമ്പ് എപ്പോഴും നിശബ്ദമായിരുന്ന ആ മാളികയിൽ ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ ചിരി ഉറക്കെ കേട്ടു തുടങ്ങി. സേതുലക്ഷ്മി തന്റെ പഴയ നിയമങ്ങൾ പതുക്കെ മാറ്റി. ജോലിക്കാരുടെ കുട്ടികൾ വീടിനുള്ളിൽ വരരുതെന്ന അവരുടെ കർശന നിയമം ഇല്ലാതായി. ഒരു ദിവസം വൈകുന്നേരം സേതുലക്ഷ്മി തന്നെയാണ് അവരെ വീട്ടിലെ പറമ്പിലേക്ക് വിളിച്ചത്. ആദ്യം എല്ലാവർക്കും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ കുട്ടികൾ പറമ്പിൽ ഓടി നടക്കാൻ തുടങ്ങി. ജനലിനരികിൽ നിന്നുകൊണ്ട് സേതുലക്ഷ്മി ആ കാഴ്ച നോക്കിക്കണ്ടു. അവരുടെ കണ്ണുകളിൽ ഒരു പുതിയ സന്തോഷം തെളിഞ്ഞു. കാരണം ഇത്രയും കാലം ശൂന്യമായിരുന്ന ആ വീട്ടിൽ ഇപ്പോൾ ഒരു ജീവൻ തിരികെ വന്നതുപോലെ. സിദ്ധാർത്ഥിലും വലിയ മാറ്റമുണ്ടായി. മുമ്പ് ആരോടും അധികം സംസാരിക്കാത്ത അവൻ ഇപ്പോൾ പതുക്കെ തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. കുട്ടികളോടൊപ്പം കളിക്കുമ്പോൾ അവന്റെ മുഖത്ത് കാണുന്ന ആത്മവിശ്വാസം സേതുലക്ഷ്മിയെ അതിശയിപ്പിച്ചു. സ്കൂളിലും അവന്റെ സ്വഭാവം മാറി. അധ്യാപകർ പോലും ആ മാറ്റം ശ്രദ്ധിച്ചു. മുമ്പ് നിശബ്ദനായി ഇരുന്നിരുന്ന കുട്ടി ഇപ്പോൾ സുഹൃത്തുക്കളോടൊപ്പം സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു. പഠനത്തിലും അവന്റെ ശ്രദ്ധ തിരികെ വന്നു. ഒരു ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ അവൻ അമ്മയോട് പറഞ്ഞു, അമ്മ, ഇന്നെനിക്കൊരു സുഹൃത്തിനെ കിട്ടി. ആ വാക്കുകൾ കേട്ടപ്പോൾ സേതുലക്ഷ്മിയുടെ ഹൃദയം നിറഞ്ഞു. കാരണം ഇത്രയും കാലം അവർ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന വാക്കുകളായിരുന്നു അത്. അവർക്കപ്പോൾ മനസ്സിലായി, ഒരു കുട്ടിയുടെ ജീവിതം മാറാൻ ചിലപ്പോൾ വളരെ ചെറിയ ഒരു അവസരം മതിയെന്ന്. പിന്നീട് അങ്ങോട്ടുള്ള കാലം ആ വലിയ വീട്ടിൽ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. ചുവരുകളിൽ തൂങ്ങിയിരുന്ന വില കൂടിയ ചിത്രങ്ങളെക്കാൾ വിലപ്പെട്ടത് ഇപ്പോൾ അവിടെ മുഴങ്ങുന്ന കുട്ടികളുടെ ചിരിയായിരുന്നു. സേതുലക്ഷ്മിക്ക് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം അപ്പോൾ ഒരു പദവിയോ അധികാരമോ ആയിരുന്നില്ല, മറിച്ച് തന്റെ മകന്റെ മനസ്സറിഞ്ഞ ഒരു ചിരിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇതിൽ നിന്ന് നാം പഠിക്കേണ്ട ഒരു പാഠം, കുട്ടികൾ ആഗ്രഹിക്കുന്നത് ആഡംബരമല്ല, അവരെ മനസ്സിലാക്കുന്ന ഒരു ഹൃദയവും സ്വതന്ത്രമായി ചിരിക്കാനുള്ള ഒരു ബാല്യവുമാണ്.